ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും റൈസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നല്ല ബിസ്ക്കറ്റും പിന്നെ കസ്റ്റേർഡും ഒക്കെ വെച്ചിട്ടുള്ള നല്ല സൂപ്പർ പുഡിങ്ങാണ്. ഇനി ഇത് റെഡിയാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് മാരി ലൈറ്റിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തത്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതൊന്ന് പൊടിച്ചെടുക്കാനാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഞാനിവിടെ നേരത്തെ ഒന്ന് പൊടിച്ച് വെച്ച പഞ്ചസാര ഉള്ളതുകൊണ്ടാണ് പൊടിച്ചത് ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് പൊടിക്കാണ്ടും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കണം. അങ്ങനെ 2 ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് കൊക്കോ പൗഡറും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ നിങ്ങൾ ചോക്ലേറ്റ് ബിസ്ക്കറ്റാണ് എടുക്കുന്നതെങ്കിൽ കൊക്കോ പൗഡർ ഇടേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചിട്ടെടുക്കണം. അങ്ങനെ ഇപ്പോൾ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇനി ഇതിലേക്ക് അല്പം പാൽ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഒന്നും കൂടി എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ആക്കി എടുക്കാം. നിങ്ങളിത് ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഫുള്ളുമായി കാണണം. നല്ല അടിപൊളിയായിട്ടുള്ളൊരു പുഡിങ്ങാണ്. അങ്ങനെ ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് ഒന്ന് നിരത്തി കൊടുക്കണം. എന്നിട്ടൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കണം. ഒന്ന് എല്ലാ ഭാഗത്തുമായിട്ട് സ്പ്രെഡാക്കിയിട്ട് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ എല്ലാ ഭാഗത്തുമായിട്ട് ഒന്ന് ഇത് സ്പ്രെഡാക്കാം. പിന്നെ ഞാനിവിടെ ഇത് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് എടുത്തതാണ്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോഴേക്കും എന്നൊരു കസ്റ്റേർഡ് റെഡിയാക്കണം. അതിനായി ഒരു സോസ് പാനിലേക്ക് 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തത്. ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂണ് ഷുഗറും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പാലൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കസ്റ്റേർഡ് മിക്സ് ആക്കിയത് ഒഴിച്ചു കൊടുക്കണം. ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ ഇതിലേക്ക് ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂണ് കസ്റ്റേർഡ് പൗഡർ കുറച്ച് പാലിലൊന്ന് മിക്സ് ആക്കി എടുത്തതാണ്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇത് കുറുക്കിയിട്ട് എടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മുടെ കസ്റ്റേർഡും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ചോക്ലേറ്റിൻ്റെ ക്രീമാണ് റെഡിയാക്കേണ്ടത്. ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. ഇനി അടുത്തതായിട്ട് ഒരു ക്രീം റെഡിയാക്കണം. അതിനായി ഞാനിവിടെ വിപ്പിങ്ങിൻ്റെ പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ ഇപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരം അല്പം, ഇതിൽ ഫ്രഷ് ക്രീമെല്ലാം ഇനി ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മധുരം കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ട് കുറച്ച് ഷുഗർ പൗഡറും കൂടി ഇട്ട് കൊടുക്കണം. പഞ്ചസാര ഒന്ന് പൊടിച്ച് വെച്ചതാണ്. അത് 2.5 ടേബിൾ സ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. അങ്ങനെ ഇപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അല്പം ഫ്രഷ് ക്രീമും കൂടി ഇനി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഫ്രഷ് ക്രീമും ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. ഇനി ഇതിലേക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് എടുത്തതാണ്. അത് കുറച്ച് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ചോക്ലേറ്റ് ചൂടാറിയതിന് ശേഷം മാത്രമേ ഒഴിക്കാൻ പറ്റൂ. അങ്ങനെ ഇപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അങ്ങനെ ഇപ്പോൾ പുഡിങ്ങിൻ്റെ ചോക്ലേറ്റിൻ്റെ ക്രീമും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് എടുക്കണം. അങ്ങനെ ഇപ്പോൾ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിനി പുഡിങ് സെറ്റാക്കിയിട്ട് എടുക്കാം. നേരത്തെ ഫ്രിഡ്ജിലേക്ക് മാറ്റിയത് നന്നായിട്ട് തന്നെ ബിസ്ക്കറ്റിൻ്റെ മിക്സ് നന്നായിട്ട് തന്നെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക്
ആദ്യം തന്നെ ബദാമും അണ്ടിപ്പരിപ്പ് മിക്സ് പൊടിച്ചത് ഒന്ന് ഇട്ട് കൊടുക്കണം. എല്ലാ ഭാഗത്തുമായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റിൻ്റെ ക്രീം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് എല്ലാ ഭാഗത്തുമായിട്ട് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ചോക്ലേറ്റിൻ്റെ ക്രീം ഇങ്ങനെ എല്ലാ ഭാഗത്തുമായിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ ചെയ്ത കസ്റ്റേർഡിൻ്റെ ക്രീം ഒഴിച്ചു കൊടുക്കണം. കസ്റ്റേർഡിൻ്റെ ക്രീമും ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡാക്കി എടുക്കണം. അങ്ങനെ ഇപ്പോൾ കസ്റ്റേർഡും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും പൊടിച്ചത് ഇട്ട് കൊടുക്കണം. ഇതിങ്ങനെ ഇടുന്നതുകൊണ്ട് ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ ഇപ്പോൾ എല്ലാ ഭാഗത്തുമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന് മുകളിൽ ബാക്കിയുള്ള ചോക്ലേറ്റിൻ്റെ ക്രീമും ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള മുഴുവൻ ക്രീമും ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തുമായിട്ട് ഒന്ന് സ്പ്രെഡാക്കിയിട്ട് എടുക്കാം. അങ്ങനെ ഇപ്പോൾ മുഴുവൻ ക്രീമും ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് എടുത്തിട്ട് ഇനി ഇത് അങ്ങനെ ഇപ്പോൾ എല്ലാ ഭാഗത്തുമായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് അല്പനേരം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കണം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് ഇപ്പോൾ എടുത്തിട്ട് ഞാനൊന്ന് ചെറുതായിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ട് എടുക്കുന്നതാണ്. എൻ്റെ അടുത്ത് പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തതുകൊണ്ട് പാലിൻ്റെ കവറിൽ അല്പം ക്രീം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ ഗാർണിഷ് ചെയ്യാം. എന്നിട്ട് ആ ബദാമിൻ്റെ അണ്ടിപ്പരിപ്പിൻ്റെയും പൊടിച്ച മിക്സ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങളിത് ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. അങ്ങനെ ഇപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കണം. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ പുഡിങ് നന്നായിട്ട് തന്നെ സെറ്റായിട്ടുണ്ട്. നിങ്ങളിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ് തന്നെയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തുള്ള ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല വീഡിയോസുമായിട്ട് കാണാം. എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.